ഹായ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് PYQ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് അങ്ങനെ റിപ്പീറ്റ് ചോദിക്കാത്തതായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുന്നതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ കാണാത്തതാണ് ഇപ്പം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 12-13 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതേപോലത്തെ ഏത് കൈൻഡ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ 1 മാർക്കിൻ്റെയാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ വേണം, അല്ലെങ്കിൽ 2 മാർക്സിന് വേണം, അല്ലെങ്കിൽ എസ്സേ വേണം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് വീഡിയോ ഒന്നും എടുത്ത് തരാൻ പറയരുത്. അല്ലാതെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏത് ഏരിയ ആണോ അങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് ഡു കമൻറ്റ് ബിലോ, അതനുസരിച്ച് നമ്മൾ ടാക്കി തരാം. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഇതിലോട്ട് കിടക്കുവാണ്. നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡു കമൻറ്റ്, സന്തോഷം. ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി കമൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നോ ഇഷ്യൂസ്. ജസ്റ്റ് സൈഡിലൊന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റും നിങ്ങൾ എത്രത്തോളം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, which of the following is not a business transaction? ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തതായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പർച്ചേസ് സ്റ്റേഷനറി ഫോർ ബിസിനസ് യൂസ് 1000, പെയ്ഡ് ഡോട്ടേഴ്സ് ട്യൂഷൻ ഫീസ് ഫ്രം പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്, പെയ്ഡ് റെന്റ് ബൈ ചെക്ക് ഫ്രം ബാങ്ക് അക്കൗണ്ട് ഓഫ് ബിസിനസ്, പെയ്ഡ് വേജസ് ടു എംപ്ലോയി. ഓക്കെ, ഇത് നാലിന്ന് വളരെ ഒബ്വിയസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്തായിരിക്കും അതിൻ്റെ കറക്റ്റ് ഉത്തരം വരുന്നത്? പെയ്ഡ് ഡോട്ടേഴ്സ് ഫീ ഫ്രം പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ കുട്ടിയുടെ ട്യൂഷൻ ഫീസ് അടച്ചു എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷനായിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ബിസിനസ്സിനെ ഏതെങ്കിലും തരത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നതാണോ? അല്ല. ഇനിയിപ്പം ഞാൻ എൻ്റെ കുട്ടിയുടെ ട്യൂഷൻ ഫീസ് നമ്മുടെ ബിസിനസിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡ്രോയിങ്സ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മറന്നു പോകരുത്. ബിസിനസ്സിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുകയാണ്, പക്ഷെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ പേഴ്സണൽ യൂണിന് വേണ്ടി ബിസിനസ്സിൽ നമ്മൾ പൈസ എടുത്താൽ അതിന് നമ്മൾ ഡ്രോയിങ്സ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒബ്വിയസ് ആണ്. പക്ഷെ ഇങ്ങനെ ചോദിക്കണം എന്നില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രോയിങ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വേറെ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം പെയ്ഡ് ഡോട്ടേഴ്സ് ട്യൂഷൻ ഫീ ഫ്രം ബിസിനസ് ബാങ്ക് അക്കൗണ്ട്, ഇതിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നമുക്കറിയണം എന്തായാലും നമ്മൾ ഡ്രോയിങ്സ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഓണർ ആൻഡ് ബിസിനസ് ആർ റെക്കോർഡഡ് ഡ്യൂ ടു ഡാഷ് പ്രിൻസിപ്പിൾ. ഓണറും ബിസിനസ്സും അവർ തമ്മിലുള്ള രണ്ട് വ്യക്തി എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നു, അല്ലെ അവർ തമ്മിൽ ബിസിനസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ എന്ത് പ്രിൻസിപ്പിൾ കൊണ്ടാണ് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് എൻറ്റിറ്റി, മാച്ചിങ്, കൺസിസ്റ്റൻസി. ഇതിലേതായിരിക്കും വരുന്നത്? നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണ് പറയുന്നത്? ബിസിനസ്സും ഓണറും രണ്ട് പേര് വ്യക്തികളാണെന്നുള്ളത് പറയുന്നതാണ് എന്ത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഓണർ ബിസിനസ്സിന് പൈസ കൊടുത്തു, അല്ലെങ്കിൽ ബിസിനസ് ഓണറിന് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതിൻ്റെ റീസൺ ഈ ഒരു പ്രിൻസിപ്പിൾ കാരണമാണ്. സൂത്രം എന്തായിരിക്കും വരുന്നത്? അക്കൗണ്ടിങ് ബിസിനസ് എൻറ്റിറ്റി എന്നുള്ളത് ഇവർ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നുള്ളൂ, പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. അക്കൗണ്ട് കോൺസെപ്റ്റ് ബിഹൈൻഡ് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഓക്കെ, ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുമ്പോൾ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടമാണ്. ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടാനും കിട്ടാതിരിക്കാനും നമുക്കറിയില്ല, കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതി തള്ളിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാഡ് ഡെറ്റ് എന്നാണ് പറയുന്നത്, കിട്ടത്തില്ല. പക്ഷെ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പം കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പലിൻ്റെ ബേസ് എന്നുള്ളതാണ് ചോദ്യം. കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, ഒബ്ജക്ടിവിറ്റി. ഇത് ഉത്തരം വരുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് ആണ്. കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്താണ് പറയുന്നത്? നമുക്ക് എന്തെങ്കിലും പൈസ ഇങ്ങോട്ട്
കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒരു ലോസ് വരാനുണ്ട് അല്ലെങ്കിൽ കിട്ടത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 1% ആയിരിക്കും. ബാക്കി 99% ചിലപ്പം ലോസ് ആവാൻ ചാൻസ് ആയിരിക്കും. പക്ഷെ ആ ഒരു 1% ലോസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് ബിസിനസ് റെക്കോർഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് റീസൺ എന്തുകൊണ്ടാണ്, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ്. അത് ഏതിലാണ് ഡിസ്കസ് ചെയ്യുന്നത്? കൺസർവേറ്റിസം കോൺസെപ്റ്റിലാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ജേർണൽ റെക്കോർഡ് റെന്റ് റിസീവ്ഡ്. ഓക്കെ, റെന്റ് റിസീവ്ഡ് എന്നുള്ളത് നമ്മൾ അത് ജസ്റ്റ് ഇതിൽ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തേക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ജേർണൽ എൻട്രി ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതില്ലേ. റെന്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അതിന് ജേർണൽ എൻട്രി എന്തായിരിക്കും വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ടു റെന്റ് റിസീവ്ഡ് എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, റെന്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെന്റ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്? ഡെബിറ്റ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ദി റെന്റ്. ഓക്കെ, ഇതിൽ കൺഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെന്റ് റിസീവ്ഡ് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കത്തില്ല. റെന്റ് ആണല്ലോ നോർമലി പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? റെന്റ് അക്കൗണ്ട് ഒരു ക്യാഷ് എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ റെന്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം പക്ഷെ ആ റിസീവ്ഡ് എന്നുള്ളത് കാണാതിരുന്നു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ വരും. ഓക്കെ, സോ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നോക്കാം. Repairs machinery ₹500 was recorded to machinery account. Which of the following errors related to this entry? എന്താ പറഞ്ഞിരിക്കുന്നത്? മെഷീനറി റിപ്പയർ വന്നത് നമ്മൾ മെഷീനറി അക്കൗണ്ടിലാണ് അത് റെക്കോർഡ് ചെയ്തേക്കുന്നതാണ് പറഞ്ഞത്. അത് ആക്ച്വലി എററാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്നുള്ളതാണ് ചോദ്യം. ഇത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണ്? പ്രിൻസിപ്പൽ ആണോ, കമ്മീഷൻ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ? ഇത് എറർ ഓഫ് പ്രിൻസിപ്പൽ ആണ്. അത് എന്തുകൊണ്ടാണ്? ഏത് പ്രിൻസിപ്പിളിനാണ് വയലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് പ്രിൻസിപ്പിൾ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അത് എന്താണ് പറയുന്നത്? നമ്മളൊരു പുതിയ മെഷീനറി വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന ടൈമിൽ അതുമായിട്ട് റിലേറ്റ് ഉള്ള റിപ്പയർ, വേജസ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ എന്ത് എക്സ്പെൻസ് വന്നാലും അത് നമ്മൾ കോസ്റ്റിലൂടെ ആഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ ഓക്കെ, ആ മെഷീനറി വാങ്ങിച്ചു, നമ്മൾ ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെന്തെങ്കിലും റിപ്പയർ വരുവാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ മെഷീനറിയുടെ കോസ്റ്റിൻ്റെ കൂടെ മെഷീനറി കൂടെ ആഡ് ചെയ്യുന്നില്ല. അത് സെപ്പറേറ്റ് എക്സ്പെൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ മെഷീനറി അതിൽ കാണിക്കുന്ന ഐറ്റം അല്ല അത്. അത് ഒരു വർഷത്തിന് ശേഷം ഉപയോഗിച്ച ശേഷം എന്ന റിപ്പയറിൻ്റെ കാര്യമാണ്. വാങ്ങിക്കുന്ന ടൈമിൽ റിപ്പയർ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെഷീനറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ടിൽ തന്നെ അത് കാണിക്കും. എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപ അതിന് റിപ്പയർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ എന്തായിരിക്കും? 10,000 രൂപ എന്നായിരിക്കും കാണിക്കുന്നില്ല, 500 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഒരു വർഷത്തിന് ശേഷം ഈ പറഞ്ഞ 10,000 രൂപയുടെ മെഷീനറിക്ക് ഒരു 500 രൂപയുടെ റിപ്പയർസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് 10,500 എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കത്തില്ല. കോസ്റ്റ് 10,000 ആണ്, റിപ്പയർസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് 500 ആയിരിക്കും കാണിക്കുന്നത്. സോ അത് എറർ ഓഫ് പ്രിൻസിപ്പിളിനെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ എവിടാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ആലോചിക്കണം. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഇൻകം ആണല്ലേ, നമുക്ക് കിട്ടുന്ന പൈസയാണ്. അത് നമ്മൾ എവിടെ ആയിരിക്കും ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം ട്രേഡിംഗ് ആയിക്കോട്ടെ, PL ആയിക്കോട്ടെ, നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യും, ഇൻകം എല്ലാം ക്രെഡിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്തായിരിക്കും വരുന്നത്? അത് നമ്മൾ ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ സ്പെസിഫിക് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് ആണ്. എന്തായാലും നമ്മൾ അങ്ങോട്ട് വേറെ ആർക്കോ ഡിസ്കൗണ്ട് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായിരിക്കും വരുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്, അത് നമുക്ക് എക്സ്പെൻസ് ആണ്. സോ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും വരുന്നത്? അത് എക്സ്പെൻസ് എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? അതാണ് അടുത്ത നമ്മൾ നോക്കേണ്ട സംഭവം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എവിടെയാണ് എടുക്കുന്നത്? P&L അക്കൗണ്ടിൽ എടുക്കുന്നു. സോ ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, ആലോചിക്കുക. ട്രേഡിംഗ് ആയിക്കോട്ടെ, P&L ആയിക്കോട്ടെ, രണ്ടും എക്സ്പെൻസ് എല്ലാം ഡെബിറ്റും ഇൻകം എല്ലാം ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം നമ്മളിത് എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്നുള്ളതാണ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തു. രണ്ടാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ല നമ്മൾ P&L അക്കൗണ്ടിലാണ് എടുക്കുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ട്രേഡിംഗിലാണ് എടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ആൻസർ എന്തായിരിക്കും? ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. ഓക്കെ, അടുത്ത നോക്കാം. എമൗണ്ട് സ്പെൻഡ് ഫോർ പർച്ചേസിംഗ് ഫിക്സ്ഡ് അസെറ്റ്സ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? നമുക്ക് ഫിക്സ്ഡ് അസെറ്റ്
വിൽക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പൈസ ചിലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന രീതിയിലായിരിക്കും നമ്മൾ വരുന്നത്. വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് വന്ന ചെലവ് എന്നുള്ളതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി മെഷീനറി അല്ലെങ്കിൽ ഒരു ഫിക്സേഴ്സ് വാങ്ങിച്ചതിന് ശേഷം അതിന് എന്തെങ്കിലുമൊക്കെ റിപ്പയർസ് സംഭവവും കാര്യങ്ങളൊക്കെ വരുമായിരിക്കുമല്ലോ. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് വരുന്ന എമൗണ്ടിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ വാങ്ങിക്കുന്ന ടൈമിൽ നമുക്ക് ചിലവാകുന്നതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് വിളിക്കുന്നത്. അടുത്ത നോക്കാം, എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റി. ഓക്കെ, എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആവുമല്ലേ? ഒന്നുമില്ല, ഇത് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന സാധനമാണ്. എന്തായിരിക്കും വരുന്നത്? നിങ്ങൾ ചുമ്മാ ആലോചിച്ച് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പം ഇത് എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഇതിൻ്റെ നമ്മൾ അതിന് ഇക്വേഷൻ എന്നുള്ള രീതിയിലാക്കുമ്പോൾ എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റി ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളതാണ്. എന്താണ്? ക്യാപിറ്റലാണ്. ഓക്കെ, ക്ലിയർ ആവട്ടെ? നമ്മൾ അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത് അവർ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തേക്കും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എക്സസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടുതലാണ് ഓർ എന്തിൻ്റെ ഓവർ ലൈബിലിറ്റി. എന്താണ് നമ്മുടെ ഇക്വേഷൻ? നമുക്ക് അറിയാവുന്ന എന്താണ് വരുന്നത്? ക്യാപിറ്റലാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ളത് വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു അറിയാവുന്ന അക്കൗണ്ടിങ് ഇക്വേഷനാണ്, അതും ജസ്റ്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആൻഡ് അടുത്ത് നോക്കാം, ഡിപ്രീസിയേഷൻ ഇസ് എ ഡാഷ് എക്സ്പെൻസ്. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്ത് എക്സ്പെൻസ് ആണെന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി ഇതിന് രണ്ട് ഉത്തരങ്ങളാണ് എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. ഒന്നുകിൽ റവന്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ നോൺ ക്യാഷ്. കറക്റ്റ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ചെലവ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കാണേ അത് പോകുന്നുണ്ടോ? ഇല്ല അല്ലേ? കാണേ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുവാണ്. ഓക്കെ, സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്പെൻസ് ആണല്ലേ. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു പറയുമ്പോൾ എക്സ്പെൻസ് ഉള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഡിപ്രീസിയേഷൻ കാണേ നമുക്ക് എന്താണ് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. സോ അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. പിന്നെ അതേപോലെ ആൻസർ കീഴിൽ റവന്യൂ എക്സ്പെൻസ് എഴുതിയാലും കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളൂ. സോ നോ ഇഷ്യൂ. എൻ്റെ എക്സാക്ട് ആൻസർ വരുന്നത് നോൺ ക്യാഷ് എക്സ്പെൻസ് എന്നതാണ്. ഓക്കെ, അടുത്ത സെയിൽസ് ആർ ഈക്വൽ ടു, ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല അങ്ങോട്ട് എടുക്കുക. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, അപ്പം ഇതിൻ്റെ സെയിൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ എ എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം, ആസ് പെർ കൺസർവേറ്റിസം കോൺസെപ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ്. ഓക്കെ, കൺസർവേറ്റിസം കോൺസെപ്റ്റ് പ്രകാരം ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും വാല്യൂ ചെയ്യുന്നത്? അത് നമുക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ തന്നെ പഠിക്കാൻ പോകുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്. കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ ഏതാണോ ലോ അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്തതായിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതി കിട്ടും. ഏതാണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തേക്കുന്ന ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റീസ്. ഇത് കറക്റ്റ് ആണ്. ഓക്കെ, അത് ആദ്യത്തെ കറക്റ്റ് ആണ്. സോ അത് ഉത്തരം പറ്റും. നോട്ട് കറക്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ നോക്കാം എന്താ കൊടുത്തേക്കുന്നത്? ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ലൈബിലിറ്റി എന്നുള്ളതാണ്. അങ്ങനെ വരുമോ? ഇല്ല, ഒരിക്കലും വരും. അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിനെ വരത്തുള്ളൂ. ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റി അല്ലെങ്കിൽ ലൈബിലിറ്റി ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അത് ഓക്കെയാണ്. പക്ഷെ ഒരിക്കലും ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ലൈബിലിറ്റി എന്നുള്ളത് വരത്തില്ല. സോ അതെന്താണ്? അതാണ് നോട്ട് കറക്റ്റ് എന്ന് വരുന്നത്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന സംഭവമാണ് ഇഡി എന്ന് പറയുന്ന ഓപ്ഷൻ. നമ്മൾ കാണുമ്പോഴേ ഇതെങ്ങനെയാണ് വരുന്നത്, കറക്റ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഉത്തരം എഴുതും. പക്ഷെ അത് വരത്തില്ല. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്താണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഐറ്റം എല്ലാം ഓക്കെ ഈ ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് അസറ്റ് മൈനസ് ലൈബിലിറ്റി മൈനസ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇത് കറക്റ്റാണ്, കുഴപ്പമില്ല, ഒരു വിഷയമില്ല. ഈക്വലിന്റെ ഇപ്പുറത്തോട്ട് അത് വരുമ്പോഴത്തേക്ക് പ്ലസ് ആയിട്ട് കിടക്കുന്നതെല്ലാം മൈനസ് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെടുത്ത് എഴുതരുത്. ഓക്കെ, കാണുമ്പോൾ അത് എഴുതാൻ തോന്നും, പക്ഷെ അതല്ല ഉത്തരം. ഓക്കെ, അത് നോക്കാം. ലാസ്റ്റ് വൺ ആണ്. ലാപ്ടോപ്പ് പർച്ചേസ് ബൈ ദ ഓണർ ഓഫ് എ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഇസ് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ബിസിനസ് ബിക്കോസ് ഓഫ് ഡാഷ് കോൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ലാപ്ടോപ്പ് ഓണർ വാങ്ങിച്ചു, അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയാണ് അയാൾ വാങ്ങിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ്
ഇൻ ദി ബുക്സ് ഓഫ് ബിസിനസ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന്റെ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിന് 4 കൊടുത്തിട്ടുണ്ട്. എന്താണ്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട്, അതേപോലെ മാച്ചിങ് കോൺസെപ്റ്റ്. ഇവിടെ എന്തായിരിക്കും വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂസിങ് ഒന്നും കാര്യങ്ങളൊന്നും വേണ്ട. എന്തായിരിക്കും വരുന്നത്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. കാരണം എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഓണറും ബിസിനസ് 2 വ്യക്തികളാണ്. അപ്പം ഓണറുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് എഴുതാത്തത്. കാരണം 2 പേരും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ് ഓണർ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതെന്താണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എഴുതേണ്ടി വന്നേനെ. പക്ഷേ അല്ലെങ്കിൽ ബിസിനസിന്റെ ബുക്സിൽ എഴുതേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ 2 വ്യക്തികളായതുകൊണ്ട് തന്നെ ഓണറിന്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ബിസിനസ്സിൽ എഴുതേണ്ടിയില്ല. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഓണറിന്റെ പേഴ്സണൽ ലൈഫിൽ എടുക്കേണ്ട കാര്യമില്ല. സോ ഇത് ഏതായിരിക്കും കോൺസെപ്റ്റ് എന്ന്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചതും നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതേപോലെ ഇത്തിരി ഒന്ന് ഇത് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് കൺഫ്യൂസിങ് ആവുന്നതാണ്. ഓക്കെ, സോ ഇതേപോലെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ, നമുക്ക് സെറ്റ് ആക്കാം. താങ്ക് യു.